കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസണിന് മുന്നോടിയായി കാര്യവട്ടം സ്പോർട്സ് ഹബിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കൂടുതൽ റണ്ണൊഴുകുന്ന പിച്ചാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ക്യൂറേറ്റർ ബിജു മീഡിയ വണിനോട് പറഞ്ഞു, കഴിഞ്ഞ സീസൺ അവസാന മത്സരങ്ങളിൽ 200 മുകളിൽ റൺസാണ് ടീമുകൾ സ്കോർ ചെയ്തത്. ഇത്തവണ ആദ്യ മത്സരം മുതൽ കൂറ്റൻ സ്കോറുകൾ പിറക്കുമെന്നും ക്യൂറേറ്റർ പറയുന്നു. കാര്യവട്ടം സ്പോർട്സ് ഹബിൽ നിന്ന് ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കുട്ടി ക്രിക്കറ്റിന്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ് കായിക പ്രേമികൾ. കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ രണ്ടാം പതിപ്പിന് ഈ മാസം 21-ന് കാര്യവട്ടം സ്പോർട്സ് ഹബിൽ തുടക്കമാകും. പ്രഥമ സീസൺ എത്ര കണ്ട് ആവേശമായിരുന്നു എന്നുള്ളത് നമ്മൾ നേരിൽ കണ്ടതാണ്. ഇത്തവണ കുറേയധികം പുതുമുകളുമായിട്ടാണ് കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2 കാര്യവട്ടം സ്പോർട്സ് ഹബിൽ നടക്കുക. സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങൾ ഇത്തവണ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഭാഗമാകുന്നുണ്ട്. സഞ്ജു സാംസൺ ഇത്തവണ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ടീമിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ തവണ സഞ്ജു ഉണ്ടായിരുന്നില്ല. സച്ചിൻ ബേബി നയിച്ച കൊല്ലം എരി സെയിലേഴ്സാണ് കഴിഞ്ഞ തവണ ജേതാക്കളായത്. നമ്മൾ കണ്ടതാണ് എത്രമാത്രം വാശിയേറിയ രാജ്യാന്തര നിലവാരത്തിലാണ് ഓരോ മത്സരങ്ങളും ഇവിടെ നടത്തിയത് എന്നുള്ളത്. എന്തായാലും മത്സരങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കാര്യവട്ടം സ്പോർട്സ് ഹബിൽ പൂർത്തിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് 5 പിച്ചുകളുണ്ട്. ഈ 5 പിച്ചുകളിൽ ഈ 5 പിച്ചുകളുടെയും സ്വഭാവം ഇത്തവണ ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു വിക്കറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം തന്നെ നേരത്തെ ക്യൂറേറ്റർ ബിജു അടക്കമുള്ള ആളുകൾ പറഞ്ഞതാണ്. എന്തായാലും ഇത്തവണ കാര്യവട്ടം സ്പോർട്സ് ഹബിൽ നടക്കുന്ന എല്ലാ മത്സരങ്ങളും, കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ എല്ലാ മത്സരങ്ങളും അത്യന്തം വാശിയേറിയതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതിനനുകൂലമായിട്ടുള്ള ബാറ്റിംഗ് വിക്കറ്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഈ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി ഏതാണ്ട് 40,000-ലധികം കാണികൾക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഫ്ലഡ് ലൈറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഫ്ലഡ് ലൈറ്റ് പൂർണ്ണമായിട്ടും അത് പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. ഡേ ആൻഡ് നൈറ്റാണ് കളി. ഉച്ചയ്ക്ക് 2:30-ക്ക് തുടങ്ങുന്ന കളി വൈകിട്ട് ഏതാണ്ട് 6 മണിയോടുകൂടി അവസാനിക്കും. രണ്ടാമത്തെ മത്സരം തുടങ്ങുന്നത് 6:45-നാണ്. അപ്പോൾ അതങ്ങനെ രാത്രി 10 മണിയോടുകൂടി ആയിരിക്കും അവസാനിക്കുക. അങ്ങനെ എന്തായാലും ഫ്ലഡ് ലൈറ്റിൻ്റെ പ്രവർത്തനം, രാത്രിയിൽ പൂർണ്ണ വെളിച്ചത്തിൽ കളി നടത്താൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണമൊക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊപ്പം ക്യൂറേറ്റർ ബിജു നമുക്കൊപ്പം ചേരുകയാണ്. ബിജുവിൻ്റെ ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് എയറിലൊക്കെ പോകാറുണ്ട്. കാരണം കഴിഞ്ഞൊരു മത്സരത്തിൽ റൺ ഒഴുകുന്നൊക്കെ പറഞ്ഞിട്ട് റൺ ഒഴുകിയിരുന്നില്ല. പക്ഷേ പിന്നീട് മത്സരങ്ങളിൽ റൺ ഒഴുകിയിട്ടുണ്ട്. അപ്പോൾ ബിജുവിടെ ഇത്തവണ കേരള ക്രിക്കറ്റ് ലീഗ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ബാറ്റിങ്ങിന് അനുകൂലമായ വിക്കറ്റ് ആയിരിക്കുന്നതാണ് ഒരുക്കിയിരിക്കുന്നത്. എന്താണ് പിച്ചിൻ്റെ ഒരു സ്വഭാവം? ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റാണ്. അതായത് 20 റണ്ണ് വരണം. കഴിഞ്ഞ 2 ഇൻ്റർനാഷണൽ മാച്ചിലും ഇവിടെ റണ്ണ് വന്നു. അപ്പോൾ അത് കഴിഞ്ഞ KCL-നും റണ്ണ് വന്നു. അപ്പോൾ അതേ കണക്കുള്ള ഒരു നല്ലൊരു വിക്കറ്റാണ്. മൊത്തം 5 വിക്കറ്റുണ്ട്. ബിജുവിന് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു തവണ നമ്മളിങ്ങനെ ബാറ്റിംഗ് വിക്കറ്റാന്ന് പറഞ്ഞിട്ട് വിക്കറ്റൊക്കെ തെരുതെരെ പോവുകയും പിന്നെ ബിജുവായിട്ട് ക്യൂറേറ്റർ എയറിലാവുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം നമ്മുടെ ശുഭ്മാൻ ഗിൽ ഇവിടെ വന്ന് കളിച്ചൊരു കളിയൊക്കെ ഉണ്ട്, വ്യക്തിഗത പ്രകടനങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യവട്ടം ഒരു ലോക ശ്രദ്ധ നേടിയത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് കാര്യവട്ടം പിച്ചിൻ്റെ ഒരു സ്വഭാവം, സ്റ്റേഡിയത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ, നമ്മുടെ ഡ്രെയിനേജ് സംവിധാനം, അതൊക്കെ ലോകം വാഴ്ത്തിയതാണ്. ഇപ്പോഴും അതിൻ്റെ ഒരു സംവിധാനങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്? ഇപ്പോഴും പഴയതിനേക്കാളും കുറേ കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതായത് പണ്ട് നമ്മൾ ഫ്രഷ് വിക്കറ്റിലെ നമ്മൾ ക്രിക്കറ്റ് ബാറ്റ് സീസൺ ആകും പോലെയാണ്. പിച്ചിൻ സീസണായാൽ മാത്രമേ റൺസ് വരികയുള്ളൂ. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. പിച്ചെന്ന് പറയുന്നത് നല്ല പഴവി സീസണായി. അപ്പോൾ അതിൽ നിന്ന് ബോൾ എറിഞ്ഞ് കഴിഞ്ഞാൽ തെറിച്ച് പോകും. അപ്പോൾ ബാറ്റ്സ്മാൻ ഈസിയായിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു വിക്കറ്റാണ് ഇപ്പം അതിനുശേഷം മുമ്പത്തെ ആ ഒരു പ്രശ്നത്തിന് ശേഷം പിന്നീട് നല്ല വിക്കറ്റുകളാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ KCL-ൻ്റെ ഫൈനലിലെ സ്കോറൊക്കെ നമ്മൾ കണ്ടതാണ്. അതെങ്ങനെ കൊല്ലം ചേസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ആവശ്യത്തോട് കണ്ടിരുന്നതാണ്. അപ്പോൾ ഇത്തവണ ബിജുവായിട്ട് ഒരു പ്രഡിക്ഷൻ എങ്ങനെയാണ്? ഫസ്റ്റ് മത്സരത്തിൽ KCL-ൽ ഏറെക്കുറെ ഒരു പ്രതീക്ഷ വെച്ച് എങ്ങനെ ഒരു ആവറേജ് സ്കോർ എത്രയായിരിക്കും പ്രതീക്ഷിക്കുന്നത് ഫസ്റ്റ് ഇന്നിങ്സിൽ? സ്കോർ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ ബാക്കിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേ കണക്ക് തന്നെ വരണം. അതായത് ലാസ്റ്റ് സ്റ്റേജിൽ ഒരു കത്തി കയറുകയായിരുന്നു. സ്കോറുകളെല്ലാം എല്ലാം. അതായത് വേറെ കാര്യം, ഒരു 200 അടിക്കുന്നു, ചേസ് ചെയ്യുന്നു. സാധാരണ നല്ലൊരു വിക്കറ്റ് എന്നാൽ ചേസ് ചെയ്യുന്നതാണ് നല്ല വിക്കറ്റ്. അപ്പോൾ എനിക്കത് ലാസ്റ്റ് ഒരു 4-5 ദിവസം റൺസ് അടിച്ചതൊക്കെ ചേസ് ചെയ്തു. ആ ഫൈനലും നല്ല രീതിയിൽ തന്നെ ചേസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് ഞാൻ ഇത്തവണ വിക്കറ്റുകളെ കാണുന്നത്. അങ്ങനെ ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ തവണ എവിടെയാണോ നിർത്തിയത് അവിടുന്ന് തുടങ്ങുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ക്യൂറേറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണ 200 മുകളിലൊക്കെയുള്ള സ്കോറുകൾ അവസാന മത്സരങ്ങളിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ക്യൂറേറ്റർ പങ്കുവെക്കുന്നത്. ഈ മാസം 21-ന് തുടങ്ങി അടുത്ത മാസം തുടക്കത്തോടുകൂടി അവസാനിക്കുന്ന രീതിയിലാണ് മത്സരങ്ങളുടെ ക്രമീകരണം. 2 മത്സരങ്ങൾ എല്ലാ ദിവസവും ഇവിടെ നടക്കും. 6 ടീമുകളുണ്ട്. സഞ്ജുവും സച്ചിനും രോഹൻ കുന്നുമലും അങ്ങനെ തുടങ്ങി കേരളത്തിൻ്റെ, ഇന്ത്യയുടെ ഭാവി താരങ്ങൾ എല്ലാവരും ഉണ്ട്. സഞ്ജു കളിക്കുന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സഞ്ജുവിൻ്റെ സഹോദരൻ സാലിയും ഒരു ടീമിലാണ്. അപ്പോൾ എന്തായാലും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇത്തവണ നടക്കാൻ പോകുന്ന കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2 ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചുകൊണ്ട് അത്യന്തം ആവേശം നിറയ്ക്കുന്നതായിരിക്കും എന്ന കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല. കാര്യവട്ടം സ്പോർട്സ് ഹബിൽ നിന്ന് സിജോ സുധാകരനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.